ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ന്യൂ ഫിലിം സ്കൂളിലപ്പോൾ വർക്ക് ചെയ്യുന്നു. അന്നേരം അവിടെ സ്റ്റുഡൻസിന് വെബ് സീരീസ് പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അന്നേരം അങ്ങനത്തെ ഒരു വെബ് സീരീസിൻ്റെ ഇതാണ് ഒരു ക്യാൻവാസ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാൻവാസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ടർ പറഞ്ഞത് ആളിനൊരു ബ്ലാക്ക് ക്യാൻവാസിൽ ബ്ലഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പോയിലായിട്ടുള്ള രീതിയിലുള്ളൊരു പെയിൻറ്റിങ്ങാണ് ആളിന് വേണ്ടത്. ഞാൻ ഏകദേശം അങ്ങനെ ഒരു ക്യാൻവാസ് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആളിന്. അതുകൂടാതെ ആളിന് സെക്കൻഡ് ആൾ പറഞ്ഞത് ബ്ലാക്ക് ക്യാൻവാസിൽ തന്നെ കുറച്ച് ഹൊററായിട്ട് തോന്നുന്നൊരു ഹാൻഡ് റൈറ്റിങ്ങിൽ ആളിനൊരു സെൻറ്റൻസ് വേണമായിരുന്നു. പക്ഷെ ഞാൻ എഴുതി വന്നപ്പം സത്യത്തിൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം ക്യാൻവാസിൽ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നോർമൽ ഒരു പേജിലോ പേപ്പറിലോ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായത് ഇത് ചെയ്തപ്പോഴാണ്. ഞാൻ ഡയറക്റ്റ് ക്യാൻവാസിലിട്ട് എഴുതാനെടുത്തപ്പോൾ ഞാൻ എത്ര ട്രൈ ചെയ്തിട്ട് നോർമൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇത് ചേഞ്ച് ചെയ്യുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഒരു വട്ടം എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്തടിക്കുമ്പം അത് ഉണങ്ങി കിട്ടണം. ഉണങ്ങാൻ ഭയങ്കര പാടാണ്. ഇപ്പം മഴയൊക്കെ ഇല്ലയോ, അതുകൊണ്ട് ഉണങ്ങാനും പാടായിരുന്നു. ഞാനൊരു 2-3 വട്ടം എഴുതിയിട്ടും സെയിം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയായിരുന്നു വന്നത്. പിന്നെ ഞാനൊരു പേപ്പറിൽ ഗൂഗിളിൽ നിന്ന് ആ ലെറ്റേഴ്സ് സെർച്ച് ചെയ്തെടുത്തിട്ട് ഞാനത് പേപ്പറിൽ എഴുതിയിട്ട് പിന്നെ ഞാൻ ക്യാൻവാസിൽ അത് ചെയ്തു. അന്നേരം അത് ഏകദേശം കറക്റ്റായിട്ട് വന്നു.